നമസ്കാരം. കണ്ണൂരിൽ തനത് കൊലയും ഹർത്താൽ മാമാങ്കവും. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. കണ്ണൂരിൽ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സമാധാന യോഗത്തിന് ശേഷം സ്ഥിതിഗതികൾ ശാന്തമായതാണ്. ഇപ്പോഴിതാ ഒരു BJP പ്രവർത്തകന്റെ കൊലപാതകം, അതും മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത്. ആര് കൊല്ലപ്പെട്ടാലും കൊലയെ അപലപിക്കണം എന്ന തീരുമാനമനുസരിച്ച് കൊലപാതകത്തെ എല്ലാ പാർട്ടികളും അപലപിച്ചു, CPM ഉൾപ്പെടെ. ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ ആയിരിക്കുമല്ലോ. എന്നാൽ ഇത്തരമൊരു കൃത്യം നിർവഹിക്കാനുള്ള സാഹചര്യം ഇപ്പോൾ കണ്ണൂരിലില്ലെന്ന് CPM. അതായത് സാഹചര്യം ഉണ്ടായിരുന്നപ്പോൾ ചെയ്തിട്ടുണ്ട്, അമ്മയാണ്, ഇത് ഞങ്ങളല്ല എന്ന് CPM നിലപാട്. വീണ്ടും വാക്ക് യുദ്ധം മുറുകുകയാണ്. സംഘർഷം മൂർച്ഛിക്കാതിരിക്കാൻ രാഷ്ട്രീയ നേതൃത്വം അടിയന്തരമായി ഇടപെടണം. ദൈവം പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹിച്ച നാട്, മനോഹരമായൊരു നാട്. പക്ഷേ അതിന്ന് ചട്ടമ്പി നാട് എന്ന അപരനാമത്താലാണ് അറിയപ്പെടുന്നത്. ഒരു ഗ്രാമത്തിനുമേൽ ഇങ്ങനെ ഒരു ആക്ഷേപം കൽപ്പിച്ചു കിട്ടുന്നത് അനേകം വർഷങ്ങൾക്ക് മുൻപാണെന്ന് ചില മുൻകാല ചട്ടമ്പിമാർ പറയുന്നു. ചെമ്പട്ട് നാട് ചട്ടമ്പി നാടായി മാറിയതിന്റെ പൂർവ്വകഥാംശത്തെപ്പറ്റി റിട്ടയേർഡ് ചട്ടമ്പിയായ ചെങ്കീരി മാധവൻ. ഈ നാടിനെ ഈ അവസ്ഥയിലാക്കിയത് കാട്ടാപ്പള്ളിക്കാരും മല്ലഞ്ചറക്കാരും കൂടിയാണെന്ന് ഞാൻ പറയും. അത് തന്നെയാണ് സത്യവും. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞപ്പോ ഈ നാടിനൊരു ഓമന പേരും കിട്ടി, ചട്ടമ്പി നാട്. ഇനി ചട്ടമ്പി നാടിന്റെ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളിലേക്ക്. പലരും തിരുവനന്തപുരത്ത് നിന്നൊക്കെ കണ്ണൂരേക്ക് വരുന്ന സന്ദർഭത്തിൽ എന്തോ ചിലരൊക്കെ പറഞ്ഞു കണ്ണൂരേക്ക് വരുമ്പോൾ കുറേ ആശങ്കയുണ്ട്. പക്ഷെ കണ്ണൂരേക്ക് വന്നവരൊന്നും തിരിച്ചു പോകുമ്പോൾ ആ ആശങ്ക അടിസ്ഥാനരഹിതമാണെന്ന് മാത്രമല്ല, കണ്ണൂരിലെ ജനങ്ങളെപ്പോലെ ഇത്രയേറെ സ്നേഹസമ്പന്നരായിട്ടുള്ള ആളുകൾ വേറെ ഇല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് കേട്ടിട്ടുള്ളത്. ചട്ടം മാറ്റി ചിട്ടകൾ മാറ്റി നാടൊരു ചട്ടമ്പിക്കളമായി, നാടൊരു ചട്ടമ്പിക്കളമായി. പണ്ടൊക്കെ ഇവിടെ സംഘട്ടനത്തിലാണ് മരിക്കുന്നത്. രണ്ട് വിഭാഗം ആളുകൾ തമ്മിൽ സംഘട്ടനം ഉണ്ടാകുമ്പോൾ അതിൽ ഏതെങ്കിലും വിഭാഗത്തിൻ്റെ പരിക്കേറ്റ് മരിക്കുകയാണ് പതിവ്. ഇപ്പോഴതല്ല, ഏകപക്ഷീയമായ ആക്രമണമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രകോപനവുമില്ലാതെ നിരപരാധികളായിട്ടുള്ള ആൾക്കാരുടെ നേരെയാണ് ആക്രമണം നടത്തുന്നത്. കാരണം പാർട്ടിക്ക് അത്തരത്തിലൊരു സംഭവം അവിടെ നടത്തേണ്ടുന്ന യാതൊരു സാഹചര്യവും നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് ആ സംഭവത്തെ പാർട്ടിയുടെ തള്ളിപ്പറഞ്ഞൊരു സംഭവമാണ്. അതിലാരാണ് യഥാർത്ഥ സംഭവം നടത്തിയത് അവരെ കണ്ടുപിടിക്കുകയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും വേണം. അപ്പോൾ പോലീസിനെ പോലും സ്വാധീനിച്ച് സ്വന്തം ചൊൽപ്പടിയിൽ കൊണ്ടുവന്ന്, വരുതിയിൽ കൊണ്ടുവന്ന് അവരെ ഭീഷണിപ്പെടുത്തി, അവരെ കല്ലെറിഞ്ഞും തകർത്തും സ്വന്തം വരുതിയിലാക്കി ഇനി വീണ്ടും തേർവാഴ്ച നടത്താം എന്നാണ് CPMന്റെ വ്യാമോഹം. അതേതായാലും നടക്കില്ല. കാരണം പാർട്ടിക്ക് അത്തരത്തിലൊരു സംഭവം അവിടെ നടത്തേണ്ടുന്ന യാതൊരു സാഹചര്യവും നിലനിൽക്കുന്നില്ല. ഈ ചോരക്കളി നിർത്തുന്നില്ലെങ്കിൽ ഈ തീക്കൊള്ളി കൊണ്ട് തലചൊറിയലാണ്, കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യലാണ്. ഇവിടുത്തെ ക്രിമിനലുകളെ മുഴുവൻ തന്നെ നിലയ്ക്ക് നിർത്താൻ CPM തയ്യാറാകുന്നില്ലെങ്കിൽ വാസ്തവത്തിൽ കനത്ത വില അവർക്ക് നൽകേണ്ടി വരും. ഈ കൊലപാതകത്തെ ഞങ്ങളെ പാർട്ടി ശക്തമായിട്ട് അപലപിച്ചല്ലോ. ഞങ്ങൾ പറഞ്ഞല്ലോ, ഇതിൽ ഏതെങ്കിലും CPMന്റെ ആൾ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവർക്ക് സംരക്ഷണം കൊടുക്കില്ല. ഇങ്ങനെ RSSന്റെ ഭാഗത്ത് നിന്ന് വല്ല പ്രസ്താവനയും നിങ്ങൾ കേട്ടോ? BJP പ്രവർത്തകന്മാർക്കും സമാധാനപരമായിട്ട് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടായാൽ അവർക്ക് സംരക്ഷണം കൊടുക്കാൻ പോലീസ് സംവിധാനമില്ല എങ്കിൽ
സ്വയം സംരക്ഷണം തേടാൻ BJP പ്രവർത്തകന്മാർ നിർബന്ധിതമാകും. അപ്പോൾ ഇവിടെ ചത്തത് കീചകനെങ്കിൽ കൊന്നത് എന്ന പഴമൊഴി പോലെ മുൻവിധിയോടുകൂടി CPM-നെ കുറ്റപ്പെടുത്താനാണ് BJP തയ്യാറായത്. ജയരാജൻ ആടിനെ പട്ടിയാക്കുകയാണ്. 2 കൊലക്കേസുകളിൽ പ്രതിസ്ഥാനത്തിരിക്കുകയും വിചാരണ നേരിടുകയും ചെയ്യുന്ന ഒരു കുറ്റവാളിയാണ് ജയരാജൻ. കൊടും ക്രിമിനലാണ്. അയാൾ പറയുന്നതിന് എന്ത് മുഖവിലക്കെടുക്കാൻ കഴിയും? ഫാസിസ്റ്റുകളുടെ ഒരു രീതിശാസ്ത്രമുണ്ട്. ഒരു ശത്രുവിനെ നിർണ്ണയിക്കുക. ആ ശത്രുവാണ് എല്ലാറ്റിനും കുറ്റവാളി, എല്ലാറ്റിനും ഉത്തരവാദി എന്ന് രേഖപ്പെടുത്തുക, വിധിക്കുക. എന്നിട്ട് അതിന് നേരെ എല്ലാ ആക്രമണങ്ങളും കേന്ദ്രീകരിക്കും. ഇതൊരു ഫാസിസ്റ്റ് രീതിയാണ്. RSS BJP പ്രവർത്തകരെ കൊലപ്പെടുത്തിയതിനു ശേഷം കുറ്റം RSSന്റെയും BJPയുടെയും തലയിൽ കെട്ടിവെക്കുകയാണ്. ഇത് CPM എല്ലാ കാലത്തും ചെയ്യുന്ന പണിയാണ്. അതിന് മറുപടി പറയേണ്ട ആവശ്യമേ ഇല്ല. ചട്ടം മാറ്റി ചിട്ടകൾ മാറ്റി നാടൊരു ചട്ടം വിക്കളമായി, നാടൊരു ചട്ടം വിക്കളമായി. കൊലപാതകവും BJPയുടെ ജില്ലാ ഹർത്താലും നടക്കുന്നത് കേരളത്തിൻ്റെ കലാകൗമാരം കണ്ണൂരിൽ തമ്പടിച്ചിരിക്കുമ്പോഴാണ് എന്നോർക്കണം. ഹർത്താൽ കണ്ടിട്ടില്ലാത്ത കുട്ടികളൊന്നുമല്ല അവർ. എന്നാൽ കലാമാമാങ്കത്തിനിടയ്ക്ക് ഹർത്താലിൻ്റെ നേരനുഭവം കൂടി നമ്മുടെ പുതിയ തലമുറയ്ക്ക് നൽകാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറായി. നമ്മുടെ തലവിധി എന്നല്ലാതെ എന്തു പറയാൻ? ഹർത്താലായതുകൊണ്ട് ഒത്തിരി പേര് ഫുഡ് കഴിക്കാൻ വേണ്ടി വരും. അത് ഇത്ര നേരം ക്യൂ നിന്ന് വെയിറ്റ് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. രാത്രി 3 മണിക്ക് പരിപാടി തുടങ്ങി. അപ്പോൾ ഇപ്പം തീർന്നേ ഉള്ളൂ. ഇപ്പം റിസൾട്ട് വന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല. എന്നും ഹർത്താലിൽ മുങ്ങി നേർന്നിടുന്നു ലോകം വാഴുന്നോർക്കില്ല സങ്കടങ്ങൾ. ഈ ഹർത്താലിനെ നമ്മൾ അംഗീകരിക്കുന്നേ ഇല്ല. ഈ അക്രമത്തിന് അംഗീകരിക്കുന്നില്ല. ഹർത്താൽ പരമാവധി ഒഴിവാക്കേണ്ടതായിരുന്നു അത്. ഈ കലോത്സവം ഇരു പാർട്ടികളുടെയും അക്രമങ്ങൾ നിരത്തിയുള്ള ക്യാമ്പയിനാണ് BJPയും CPM-ഉം നടത്തുന്നത്. BJP ദേശീയ തലത്തിൽ തന്നെ CPM അക്രമത്തെക്കുറിച്ച് പ്രചാരണം നടത്തുന്നുണ്ട്. BJP അക്രമം എണ്ണി പറഞ്ഞ് CPM-ഉം. പന്തയം വെച്ച് തോറ്റ ശേഷം മീശ എടുക്കാത്ത CPM പ്രവർത്തകനെ BJP പ്രവർത്തകർ ബലമായി മീശ എടുപ്പിച്ച ഒരു പരാതിയും കൂട്ടത്തിലുണ്ട്. BJPയുടെ O രാജഗോപാൽ ജയിക്കുമോ എന്ന കാര്യത്തിലായിരുന്നു പന്തയം. ഇന്നത്തെ പത്രത്തിൽ കണ്ടു, കൊടുങ്ങല്ലൂരിൽ ഒരു CPM പ്രവർത്തകനെ കുറച്ച് BJPക്കാർ കൂടി പിടിച്ച് കൊണ്ടുപോയി. അയാളെ 2 കൈയും പിറകിൽ കെട്ടി. എന്നിട്ട് അയാളുടെ പകുതി മീശ വടിച്ചെടുത്തു. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഒരു സംഘം BJPക്കാർ ചെയ്ത ക്രൂരകൃത്യമാണിത്. മീശ വെച്ച് നടക്കണമെങ്കിൽ BJPയുടെ അംഗീകാരം വേണം. കോൺഗ്രസിൽ എല്ലാ കലാപവും കെട്ടടങ്ങിയെന്ന് നേതാക്കൾ. പിണങ്ങി നിന്ന ഉമ്മൻചാണ്ടി ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പാർട്ടി ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ കയറി. പാർട്ടിയെ കേരളത്തിൽ നയിക്കുന്ന 3 നേതാക്കളും UDF നടത്തിയ രാജ്ഭവൻ പിക്കറ്റിങ്ങിൽ ഒരുമിച്ച് പങ്കെടുത്തു. കഴിഞ്ഞ UDF യോഗത്തിലും ഉമ്മൻചാണ്ടി പങ്കെടുത്തിരുന്നു. അത് പക്ഷേ ഇന്ദിരാഭവനിൽ അല്ലായിരുന്നു. ആറ്റുനോറ്റിരുന്ന് രൂപീകരിച്ച രാഷ്ട്രീയകാര്യ സമിതി KPCC ആസ്ഥാനത്ത് യോഗം ചേരുമ്പോഴാണ് ഉമ്മൻചാണ്ടിക്ക് പെട്ടെന്ന് അസൗകര്യം വരുന്നത്. ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ആ അസൗകര്യവും തൽക്കാലം മാറി. ഇത് കൃഷ്ണപുരം കൊട്ടാരം. സാമൂതിരി രാജവംശത്തിലെ ഇളയ തലമുറയിൽപ്പെട്ട 3 സഹോദരങ്ങൾ, 3 ആൺപുലികൾ. ഒത്തുചേരാത്ത കാന്തങ്ങളെ പോലെ ഈ 3 ജനിച്ചു വീണ നിമിഷം മുതൽ തമ്മിൽ ചേരാ പാരകളായി. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. അവന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒട്ടും വൈകിക്കരുത്. ത്രിമൂർത്തികൾ നിങ്ങൾ കാണുന്നത് പോലെ യാതൊരു പ്രശ്നവുമില്ല. കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി സ്മൂത്തായിട്ട് നീങ്ങുകയാണ്. UDFുമായി ബന്ധപ്പെട്ട ജില്ലാ സഹകരണ ബാങ്കുകളുടെ അധ്യക്ഷന്മാരുടെ യോഗം ചേർന്നത്. അതിൽ പങ്കെടുക്കാനാണ് ശ്രീ ഉമ്മൻചാണ്ടി വന്നത്. അദ്ദേഹം
കഴിഞ്ഞ ദിവസം നേരത്തെ അദ്ദേഹം തന്നെ വിശദീകരിച്ചതുപോലെ വ്യക്തിപരമായൊരു അസൗകര്യം മൂലമാണ് അദ്ദേഹം പങ്കെടുക്കാതിരുന്നത്. പക്ഷേ എല്ലാ പരിപാടികളും പങ്കെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ പരിപാടിക്കും അദ്ദേഹത്തെ ക്ഷണിച്ചു, അദ്ദേഹം വന്നു. എല്ലാം ഭംഗിയായി മുന്നോട്ട് പോവുക, എല്ലാം ഭംഗിയായി മുന്നോട്ട് പോവുക. ഇതൊക്കെ എന്ത് ഈ സ്ട്രോങ്ങിന്റെ ഒരു ഭാഗ്യേ. തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ്. ഞങ്ങളെല്ലാവരും കൂടി ചർച്ച ചെയ്തു. അതൊരു പുതിയ കാര്യമല്ല. കഴിഞ്ഞ UDF യോഗത്തിനും ഉമ്മൻചാണ്ടി വന്നതാണ്. അത് പ്രത്യേകതയായിട്ടൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും അദ്ദേഹമായിട്ട് ആലോചിച്ച് എല്ലാവരും ഞങ്ങൾ കൂട്ടായിട്ടാണ് ചെയ്യുന്നത്. കഴിഞ്ഞ UDF യോഗത്തിലും അദ്ദേഹം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ നിങ്ങൾ പറയുന്ന പോലുള്ള യാതൊരു പ്രശ്നവും കോൺഗ്രസിലില്ല. എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. ഉമ്മൻചാണ്ടിയുടെ ഡൽഹി സന്ദർശനത്തോടുകൂടി എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചിരിക്കുന്നു. ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും. അറിഞ്ഞില്ലേ എല്ലാ പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി. ഞാനിനി ഇവിടെ വന്നുകൊണ്ടിരുന്നല്ലേ വല്ല വ്യത്യാസമുണ്ട്. ഞാൻ ചർച്ച സംബന്ധിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു. എനിക്ക് ഒരു ഡിമാൻഡും ഇല്ല. അത് സംബന്ധിച്ച് പിന്നെ കോൺഗ്രസ് വൈസ് പ്രസിഡന്റിൻ്റെ ആയിട്ട് നടത്തിയ ചർച്ചയിൽ ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. ഇനിയും തീരുമാനങ്ങളെല്ലാം അത് ഹൈക്കമാൻഡ് എടുക്കണം. ഇനി എന്റെ മനസ്സ് വാർത്തതിന് മുമ്പ് നമുക്ക് പോകാം. എന്തായാലും കീരിയും പാമ്പും കൂടെ ജായിന്റ് ആയ സ്ഥിതിക്ക് നമുക്കൊരു ചായളോ അതിൻ്റെ ഇല്ലോളം ബറോട്ട ഇറച്ചികളിൽ നിന്നിട്ട് പിരിയാം. ഇതാണ് കോൺഗ്രസ്. കണ്ടുകണ്ടങ്ങിരിക്കെ ഐക്യം വളരുന്നതും പൊടുന്നനെ ഐക്യം തകരുന്നതും. സംഘടനാ തെരഞ്ഞെടുപ്പിൽ തീരുമാനം വരും വരെ ഇനി ഐക്യ കാഹളം. വക്രദൃഷ്ടിയിൽ ഇടവേളയാണ്. കോടിയേരിയുടെ സുവിശേഷങ്ങൾ. അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ വിമാനമുണ്ട്. കേന്ദ്രത്തിൻ്റെ കയ്യിൽ ഓരോ BJP നേതാവും രാവിലെ വിമാനത്തിൽ കയറിയിരിക്കും. എന്നിട്ട് ഇങ്ങോട്ട് വരും. ഇവിടെ നിന്ന് 2 വിടൽ വിടും. എന്നിട്ട് തിരിച്ചങ്ങോട്ട് പോകും. ഇതാണിപ്പോൾ BJP നേതാക്കന്മാരുടെ പരിപാടി.